വൈഭവിന്റെ വൈവിധ്യമാർന്ന ഷോട്ടുകൾക്ക് മുന്നിൽ മറുപടിയുണ്ടായിരുന്നില്ല ഗുജറാത്ത് ബൗളേഴ്സിന്. മെയ്വഴക്കത്തിന്റെ ഷോട്ടുകൾ, കൈക്കരുത്തിന്റെ ഷോട്ടുകൾ. ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. IPL കളിക്കാൻ അവസരം കിട്ടി ക്രീസിലെത്തി ആദ്യ ബോളിൽ തന്നെ കവറിലേക്ക് സിക്സറിന് പറത്തിക്കൊണ്ട് തുടങ്ങിയ 14-ാം വയസ്സുകാരൻ ഇന്ന് വീണ്ടും അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. വെറും 35 പന്തുകളിൽ നിന്ന് സെഞ്ചുറി തികച്ചുകൊണ്ട് IPL ഏറ്റവും വേഗതയാർന്ന സെഞ്ചുറിയിൽ രണ്ടാമനായിക്കൊണ്ട് ഇന്ന് ചരിത്രം കുറിക്കുമ്പോൾ യൂണിവേഴ്സൽ ബോസ് എന്നറിയപ്പെടുന്ന ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡിന് തൊട്ടു പിന്നിൽ എത്തി നിൽക്കുന്നു ആ 14-ാം വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. ഗുജറാത്തിനെതിരെ 35 പന്തിൽ നിന്ന് സെഞ്ചുറി നേടിക്കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുന്നു ആ 14-ാം വയസ്സുകാരൻ. അതും ആർക്കെതിരെയാണ് സിക്സർ നേടിക്കൊണ്ട് സെഞ്ചുറിയിലേക്ക് പോയത്? ലോകോത്തര സ്പിന്നർമാരിൽ മുന്നിൽ നിൽക്കുന്ന റാഷിദ് ഖാൻ എന്ന മിടുമിടുക്കനായ ആ സ്പിന്നർക്കെതിരെ അടിച്ചുകൊണ്ട് സെഞ്ചുറിയിലേക്ക് കുതിച്ചപ്പോൾ ഒട്ടും തലകുനിക്കാതെ റാഷിദ് ഖാൻ ആ കൊച്ചു പയ്യനെ കൈ കൊടുത്തുകൊണ്ട് അവൻ്റെ പ്രകടനത്തെ പ്രശംസിക്കാൻ ഒട്ടും മടി കാണിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ക്രിക്കറ്റ് ലോകത്തെ മുഴുവനായും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീരേതിഹാസം രചിച്ചിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി എന്ന 14-ാം വയസ്സുകാരൻ. തൻ്റെ മകൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിന് വേണ്ടി വൈഭവ് വംശിയുടെ 10-ാം വയസ്സിൽ സ്വന്തം കൃഷിഭൂമി വിറ്റ പിതാവിന് ഇനി ദുഃഖിക്കേണ്ടി വരില്ല. ആ മകൻ വെറും 3 വർഷത്തിനിടക്കാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വൈഭവിൻ്റെ വൈവിധ്യമാർന്ന ഷോട്ടുകൾക്ക് മുന്നിൽ മറുപടിയുണ്ടായിരുന്നില്ല ഗുജറാത്ത് ബൗളേഴ്സിന്. 209 റൺസ് മറികടക്കാൻ ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും സ്വപ്നതുല്യമായ തുടക്കമാണ് നൽകിയത്. വിജയത്തിനടുത്തെത്തിച്ചുകൊണ്ടാണ് പ്രസിദ്ധ് കൃഷ്ണയുടെ ബൗളിൽ ബൗൾഡായിക്കൊണ്ട് സൂര്യവംശി മടങ്ങിയത്. ഇന്ന് സൂര്യവംശിയുടെ ബാറ്റിൻ്റെ ചൂട് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് കരീം ജന്നത്താണ്. 10-ാം ഓവർ എറിയാനെത്തിയ കരീം ജന്നത്തിന് ആദ്യ ബോൾ 6-ലേക്ക്, സെക്കൻഡ് ബോൾ 4-ലേക്ക്, വീണ്ടും 6, വീണ്ടും 4, വീണ്ടും 4, അവസാന ബോൾ 6-ലേക്ക്. 30 റൺസാണ് ഓവറിൽ പിറന്നത്. അങ്ങനെ ഒട്ടനവധി റെക്കോർഡുകൾ പിറന്ന മത്സരമായിരുന്നു ഇന്ന്. 209 മറികടക്കുന്നത് രാജസ്ഥാൻ റോയൽസ് വെറും 16 ഓവറുകളിൽ. 16-ാം ഓവറിൻ്റെ അവസാന ബോളിൽ പരാഗ് 6-ലേക്ക് പറത്തിക്കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് വിജയം കണ്ടത്. നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൻ്റെ മുൻ മത്സരങ്ങൾ. വിജയം ഉറപ്പിച്ച 3 മത്സരങ്ങളാണ് എതിർ ടീമിന് കയ്യിൽ കൊണ്ടുവച്ച് കൊടുത്തത്. അത്തരം ദുഷ്പേരുകൊണ്ട് നാണം കെട്ടി നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിന് ഇന്ന് തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവിൻ്റെ ഇന്നിങ്സാണ് ജയ്സ്വാൾ ആൻഡ് വൈഭവ് സൂര്യവംശി നൽകിയത്. ക്രിസ് ഗെയിൽ യൂണിവേഴ്സൽ ബോസ് ആണെങ്കിൽ സൂര്യവംശി ജൂനിയർ ബോസ് തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന ഇന്നിങ്സാണ് ഇന്ന് ഗുജറാത്തിനെതിരെ അദ്ദേഹം കാഴ്ചവെച്ചത്. ജയ്സ്വാൾ വൈഭവ് സൂര്യവംശി കൂട്ടുകെട്ട് വീണ്ടും രാജസ്ഥാൻ റോയൽസിനും രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർക്കും പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ നിറഞ്ഞാട്ടം കാഴ്ചവെച്ചത്. എത്ര അനായാസമായാണ് ഇത്ര വലിയൊരു ടാർഗറ്റിലേക്ക് ആ 2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാർ മുന്നേറിയത്. അത്ഭുതപ്പെടുത്തുന്ന ഷോട്ടുകൾ, മെയ്വഴക്കത്തിൻ്റെ ഷോട്ടുകൾ, കൈക്കരുത്തിൻ്റെ ഷോട്ടുകൾ, അങ്ങനെ ഒട്ടനവധി മികച്ച ഷോട്ടുകൾ നിറഞ്ഞതായിരുന്നു ജയ്സ്വാളിൻ്റെയും വൈഭവ് സൂര്യവംശിയുടെയും ഇന്നത്തെ ഇന്നിങ്സ്. രാജസ്ഥാൻ റോയൽസിന് പ്രശ്നമായി നിലനിൽക്കുന്നത് ഫിനിഷിംഗ് തന്നെയാണ്. നല്ലൊരു ഫിനിഷർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മുൻപന്തിയിൽ നിൽക്കേണ്ട ടീമായിരുന്നു. സഞ്ജു സാംസന്റെ പരിക്ക് കുറച്ചൊന്നുമല്ല രാജസ്ഥാൻ റോയൽസിനെ ബുദ്ധിമുട്ടിലാക്കിയത്. സഞ്ജു സാംസൺ ക്യാപ്റ്റനായി കളത്തിലിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പല ജയിക്കേണ്ട മത്സരങ്ങളും തോറ്റുപോയി. വെസ്റ്റ് ഇൻഡീസ് താരം ഹിറ്റ്മെയർക്ക് ഇത്തവണ ഫിനിഷറുടെ റോൾ ഒട്ടും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കണ്ടുകഴിഞ്ഞതാണ്. കരുത്തനായ ഒരു ഫിനിഷർ കൂടി രാജസ്ഥാൻ റോയൽസിൻ്റെ നിരയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും പ്രതീക്ഷിക്കാം രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് ഈ IPL കൈവിട്ടുകളഞ്ഞ ആ മത്സരങ്ങളെക്കുറിച്ചോർത്ത് ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല. എങ്കിൽ പോലും പ്രതീക്ഷ നൽകുന്നു ജയ്സ്വാൾ ആൻഡ് വൈഭവ് സൂര്യവംശി ഓപ്പണിംഗ് ജോഡി രാജസ്ഥാൻ റോയൽസിനും രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർക്കും. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുഡ് ബൈ.